നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ലെസണിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, ദാറ്റ് ഈസ് ടൈം ലൈൻ. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഷോർട്ട് പാരഗ്രാഫായിരുന്നു ഹോക്കിങ്ങിൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട്. ആക്ച്വലി ഞാൻ ഷോർട്ട് പാരഗ്രാഫായിട്ടല്ലായിരുന്നു കൊടുത്തത്. അത് കൊടുത്തിരിക്കുന്നത് ഒരു എസ്സേ പോലെയാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ +1, +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും ക്ലാസ്സസുമാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാണാത്തവർ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. List the facts you have learned about Stephen Hawking in chronological order in the timeline given below. So, Stephen Hawkingനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ തന്നിരിക്കുന്ന ആ ഒരു ടൈം ലൈനിനുള്ളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ, രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, 2005 അദ്ദേഹത്തിൻ്റെ ബുക്കായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം റിലീസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അബ്രിഡ്ജ് വേർഷനാണ് 2005 റിലീസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. താഴെ മറ്റൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, 1942 അദ്ദേഹത്തിൻ്റെ ബർത്ത് ആണെന്ന്, ആ ദിവസമാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നു. പിന്നീട് 2 ഡേറ്റ് കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഈ ക്ലൂ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കൂടാണ്ട് ഞാൻ കുറച്ച് വിക്കിപീഡിയയിലും അതുപോലെ മറ്റ് കുറച്ച് സൈറ്റിലും നോക്കി കുറച്ചധികം ഡേറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് നടന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു ഡേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയിട്ടൊരു സ്പീച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയൊരു ഷോർട്ട് പാരഗ്രാഫൊക്കെ എഴുതാൻ പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് കൂടി ഉൾപ്പെടുത്താം. ഡേറ്റൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡേറ്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും ഡേറ്റ് തെറ്റിക്കാൻ പാടില്ല, കറക്റ്റ് ഡേറ്റ് തന്നെ എഴുതണം. അതാവുമ്പോൾ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങളെ പറ്റിയിട്ട് ഒരു ഇമ്പ്രഷൻ കൂടി ഉണ്ടാകും. കാരണം ഡേറ്റൊക്കെ എഴുതുമ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടിയാണ് എന്നൊരു കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പം അതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. സോ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. താഴെ നിന്ന് തന്നെ തുടങ്ങാം. 1942 ബർത്ത്. സോ അദ്ദേഹം ജനിച്ചത് 1942 1950 എന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഡിസിഷൻ ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ സയൻറ്റിസ്റ്റ് ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സോ 1950 അദ്ദേഹം ആദ്യമായിട്ട്, അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം സയൻറ്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചത്. ദെൻ 1959 അദ്ദേഹം ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തു. 1962 സെക്വേർഡ് ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ്. സോ 1962 ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിഗ്രി പാസ്സായി. 1963 കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ് അമ്യോട്രോപിക് ലാറ്ററൽ സ്ക്ലീറിയോസിസ്. സോ 1963 അദ്ദേഹത്തിന് റെയർ ഡിസീസായ അമ്യോട്രോപിക് ലാറ്ററൽ സ്ക്ലീറിയോസിസ് എന്നുള്ളൊരു ഡിസീസ് അദ്ദേഹത്തെ ബാധിച്ചു. 1963 തന്നെയാണ് അദ്ദേഹം ജെയിൻ വൈൽഡിനെ മെറ്റ് ചെയ്യുന്നത്. 1965 received his fellowship at KS. 1969 became physically disabled completely. 1969 കംപ്ലീറ്റ് ആയിട്ടും അദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡ് ആയി. 1978 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടുന്നത്. 1978 received doctorate from Oxford. 1984 ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ ബുക്ക് കംപ്ലീറ്റഡ്. സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 1985 വാസ് ഡൗൺ വിത്ത് ന്യൂമോണിയ വൈൽ ഇൻ ജനീവ. സോ ജനീവയിലായിരുന്ന സമയത്ത് ന്യൂമോണിയ ബാധിച്ചു. ദെൻ 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റുഡൻറ്റ് ബ്രയാൻ വിറ്റ്. ബ്രയാൻ വിറ്റിൻ്റെ ഹെൽപ്പോടുകൂടി അദ്ദേഹം ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1988 ആൻഡ് 2005 അതിൻ്റെ അബ്രിഡ്ജ്ഡ് വേർഷൻ റിലീസ്ഡ്. അബ്രിഡ്ജ്ഡ് വേർഷൻ ഓഫ് എ ഹിസ്റ്ററി ഓഫ് ടൈം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സോ 2005 ആയപ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് വേർഷൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു വേർഷൻ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ
ഇതിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇൻഫോർമേഷൻസ് ടെക്സ്റ്റിൽ നിന്നും കുറച്ച് ഡേറ്റ്സ് ഞാൻ അല്ലാതെ ഗൂഗിൾ ചെയ്തിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. നൗ ലുക്ക് അറ്റ് ദ ലിസ്റ്റ് യു ഹാവ് മെയ്ഡ്. വാട്ട് ഫാക്ട്സ് ഡു ദ റീഡേഴ്സ് എക്സ്പെക്റ്റ് ഇൻ എ പ്രൊഫൈൽ? സോ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയണം എന്തൊക്കെ കാര്യങ്ങളാണ് റീഡേഴ്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റീഡർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയണം. യൂഷ്വലി നമ്മളൊരു പ്രൊഫൈൽ എഴുതുമ്പോൾ, ഞാൻ പ്രൊഫൈലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മളൊരു പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ മെയിനായിട്ടും ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്തായാലും ഉണ്ടാവും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, അതുപോലെ അദ്ദേഹം അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ജോലിയെ പറ്റിയിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് റെക്കോർഡ്സ് ഉണ്ടാവും അല്ലേ, അദ്ദേഹത്തിൻ്റെ അതുപോലെ പാർട്ട്ണറിനെ പറ്റിയിട്ടുണ്ടാവും, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അതുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്തെങ്കിലും ബുക്സൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും, അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുടെ പേരുണ്ടാവും, അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും അല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന ഒരു ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡേറ്റ് ഓഫ് ബർത്ത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടുത്താം. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉൾപ്പെടുത്താം. ദെൻ അദ്ദേഹം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയായിരിക്കും, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ആ ഡീറ്റെയിൽസ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ദെൻ അബൌട്ട് ഹിസ് മാരേജ്, ഹി മാരീഡ് ടു ജെയിൻ വൈൽഡ്, ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ ജെയിൻ വൈൽഡ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ അച്ചീവ്മെൻറ്റ്സ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം അച്ചീവ് ചെയ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് ഉൾപ്പെടുത്താം. ജസ്റ്റ് ലൈക്ക് അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെലോഷിപ്പോ ഡോക്ടറേറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ടൈറ്റിലിൻ്റെ കീഴിൽ ഉൾപ്പെടുത്താവുന്നതാണ് അച്ചീവ്മെൻറ്റ്സ്. ദെൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ ഫിസിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് വരുന്നത്. അദ്ദേഹം യൂണിവേഴ്സിൻ്റെ ആ രഹസ്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്ലാക്ക് ഹോളിനെ പറ്റി പറഞ്ഞു. ദെൻ അദ്ദേഹം ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോ ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെത്ത് ഡേറ്റും ഉൾപ്പെടുത്താം, പക്ഷേ അതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, സോ നമ്മളത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എസ്സേ ഒക്കെ എഴുതുമ്പോൾ വേണമെങ്കിൽ ആ ഒരു ഡേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൗ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈസിലി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നൗ റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ ഇൻ്റർവ്യൂ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. Then she interviews him to collect details for his biography. Find out Stephen's response from the profile and complete the interview. So quest for a theory of everything എന്നുള്ള ലെസൺ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫൈലാണ് അല്ലേ. കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഇദ്ദേഹത്തെ പറ്റിയിട്ട് നടത്തിയ പഠനത്തിൽ നിന്ന് അവർ എഴുതിയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നമ്മൾ പഠിച്ചത്. സോ നിങ്ങളോട് പറയുകയാണ്, സപ്പോസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഇദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തി, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയായിരിക്കും അതിന് മറുപടി പറയുക? സോ ഈ ഒരു നമ്മുടെ പ്രൊഫൈലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതാം, പക്ഷേ പ്രൊഫൈലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രം. ഓക്കെ. Interviewer: shortly after 21st birthday, your doctors diagnosed that you had amyotrophic lateral sclerosis, a disease for which there is no known cure. How did you react to the diagnosis? How did you manage to cope with the situation? സോ 21ാമത്തെ വയസ്സിൻ്റെ ആ ഒരു ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സ് ALS എന്നുള്ള ഈ ഒരു അസുഖത്തെ പറ്റിയിട്ട് അവർ ഡയഗ്നോസ് ചെയ്തത്. ഓക്കെ. സോ അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ ആ ഡയഗ്നോസിസുമായിട്ട് റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഡയഗ്നോസിസിനോട് എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നിങ്ങൾ മാനേജ് ചെയ്തത്? ഹൗ ഡിഡ് യു മാനേജ് ടു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ? ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്?
ഇതിന് എന്ത് ആൻസറാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മളൊരു ഇൻ്റർവ്യൂ എഴുതുമ്പോൾ, അതായത് ഇൻ്റർവ്യൂവർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവി ആ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ നമ്മൾ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഓക്കെ, ആ വ്യക്തി മറുപടി പറയുന്നത് ഒരു കോൺവെർസേഷൻ രീതിയിലായിരിക്കണം. അല്ലാതെ വെറും ബ്ലൈൻഡായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കോൺവെർസേഷൻ രീതിയിൽ തന്നെ നമ്മളൊരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ വേണം മറുപടി എഴുതാനായിട്ട്. സോ ഹിയർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യെസ്, ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ അറ്റ് ഫസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ, എനിക്കത് ആദ്യം ഒരു ഷോക്കായിരുന്നു. സ്ലോലി ഐ ബിഗാൻ ടു കോപ്പ് വിത്ത് ഇറ്റ്. പതുക്കെയാണ് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങിയത്. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. സോ എൻ്റെ ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് വരെ ഞാൻ എൻ്റെ ജീവിതത്തെ വളരെ ബോറിംഗ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. There did not seem to be anything worth doing. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ചിന്തയൊന്നും എനിക്കപ്പം ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തെ ഞാൻ വളരെ ബോറിംഗ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ബട്ട് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഐ റിയലൈസ്ഡ് ദാറ്റ് there were a lot of worthwhile things to do. പക്ഷേ ഡയഗ്നോസിസിന് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ട് എന്നാണ്. ആൻഡ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ് സഡൻലി കെയിം ഇൻ ടു മൈ മൈൻഡ്. എൻ്റെ മനസ്സിലേക്കപ്പം വന്ന എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഐ വോണ്ട് ടു ഡു സംതിങ് വർത്ത് ഫോർ മൈ ഫെലോ ബീയിങ്സ് ബിഫോർ ഐ ഡൈ. എനിക്ക് എൻ്റെ ഫെലോ ബീയിങ്സിന് വേണ്ടിയിട്ട് മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഇത്രയുമാണ് കോൺവെർസേഷൻ മോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ജസ്റ്റ് ഒന്ന് കോൺവെർസേഷൻ മോഡിലാക്കി എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് മെയ്ഡ് യു തിങ്ക് ദാറ്റ് ലൈഫ് വാസ് പ്രഷ്യസ്? ക്യാൻ യു റിക്കലക്ട് എനി പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ഹാസ് ബിക്കം ക്രൂഷ്യൽ? അപ്പം എന്താണ് താങ്കളെ ജീവിതം പ്രഷ്യസ് ആണ് എന്ന് താങ്കളെ പഠിപ്പിച്ചത് എന്താണ്? ജീവിതം വളരെ വിലപ്പെട്ടതാണെന്ന് താങ്കളെ പഠിപ്പിച്ചത് എന്താണ്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ എക്സാമ്പിൾ താങ്കൾക്ക് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. അത് ലൈഫിനെ വളരെ ക്രൂഷ്യലാക്കിയ, ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് താങ്കൾക്ക് പറയാമോ? അപ്പം ഇദ്ദേഹം പറയുന്ന മറുപടി എന്താണ്? യെസ്, ഐ സെഡ് യു ഏർലിയർ ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ അറ്റ് ഫസ്റ്റ്, ബട്ട് ടൈം പാസ്ഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആസ് ഐ സെഡ് യു ഏർലിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ആദ്യം ഈ ഒരു ന്യൂസ് എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു എങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ലൈഫിനെ ഭയങ്കരമായിട്ട് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. നേരത്തെക്കാളും കൂടുതൽ ലൈഫിനെ ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഫ്രം ദാറ്റ് ഐ ഗോട്ട് ആൻ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ഫോർ അതേഴ്സ്. അതിൽ നിന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സാക്രിഫൈസ് ചെയ്യണമെന്നുള്ള ഐഡിയ എന്നിലേക്ക് വന്നത്. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് ബട്ട് പ്രഷ്യസ്. എനിക്ക് മനസ്സിലായത് എന്താണ്? ലൈഫ് ഷോർട്ടാണ്, പ്രഷ്യസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. മൈ മീറ്റിംഗ് വിത്ത് ജെയിൻ ഇൻഫാക്ട് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ജെയിനെ ഞാൻ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന കാര്യം. ഐ അഡ്മയർഡ് ഹർ ഒപ്റ്റിമിസം ആൻഡ് അവർ ഫ്രണ്ട്ഷിപ്പ് ഗേവ് മീ കറേജ് ടു ഫോളോ മൈ ഡ്രീംസ്. അവളുടെ ഒപ്റ്റിമിസം എന്നെ അഡ്മയർ ചെയ്തു. ഓക്കെ, ഐ അഡ്മയർഡ് ഹർ ഒപ്റ്റിമിസം. എന്നെ അഡ്മയർ ചെയ്യുന്നല്ല, ഞാൻ അഡ്മയർ ചെയ്തു. അവളുടെ ഒപ്റ്റിമിസം ഞാൻ അഡ്മയർ ചെയ്തു. അവളുടെ ശുഭാപ്തി വിശ്വാസമാണ് എന്നെ ഏറ്റവും കൂടുതൽ അവളിലേക്ക് അട്രാക്ട് ചെയ്തത്. ആൻഡ് ഹർ ഫ്രണ്ട്ഷിപ്പ് ഗേവ് മീ കറേജ് ടു ഫോളോ മൈ ഡ്രീം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ ഡ്രീംസ് ഫോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് ആ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അത് ജെയിനെ കണ്ടുമുട്ടിയപ്പോഴാണ് എൻ്റെ ജീവിതം, അതാണ് അദ്ദേഹം എക്സാമ്പിളാക്കി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇറ്റ് ഈസ് സെഡ് ദാറ്റ് യു റോട്ട് എ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഇസ് ദാറ്റ് സോ? ഇപ്പോൾ താങ്കൾ സയൻസ് നോൺ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതായത് സയൻസ് എന്താണോ അത് സയൻറ്റിസ്റ്റുകൾക്കല്ലാതെ കോമൺ പീപ്പിളിന് മനസ്സിലാക്കുന്ന രീതിയിൽ താങ്കളൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പം അത് സത്യമാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും? സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയും? യെസ് അല്ലെങ്കിൽ നോ. ഇവിടെ യെസ് തന്നെയാണ്. യെസ്, മൈ ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഈസ് എബൌട്ട്
ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു എയിൻസ്റ്റീൻ. അതെ, എൻ്റെ ബുക്ക് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ശരിക്കും എബൌട്ട് ഗ്രേറ്റ് തിയറീസ് ആണ്, ഫ്രം ന്യൂട്ടൺ ടു എയിൻസ്റ്റീൻ. ആൻഡ് മൈ എയിംസ് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സയൻസ് നോൺ സയൻറ്റിസ്റ്റുകൾക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഐ അഡ്രസ്ഡ് മെനി ക്വസ്റ്റ്യൻസ് എബൌട്ട് യൂണിവേഴ്സ് ഇൻ ദാറ്റ്. അതിൽ ഞാൻ യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ ബുക്ക്. ഐ എം ഹാപ്പി ദാറ്റ് ദിസ് ബുക്ക് ഇസ് എ ഗ്രേറ്റ് സക്സസ്. ആ ബുക്ക് ഒരു ഗ്രേറ്റ് സക്സസ് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. And now prepare a set of questions and conduct an interview with a person who become successful in any field in your locality. You can identify people who became successful in any walk of life, such as farming, entrepreneurship, civil services, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താം. ഫോർ എക്സാമ്പിൾ ഫാമിങ്ങിലോ ഓൺടർപ്രണർഷിപ്പിലോ സിവിൽ സർവീസസിലോ അതല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലോ ഒക്കെ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇൻ്റർവ്യൂ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ, നമ്മുടെ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ എങ്ങനെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂ എഴുതി നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി. ആക്ടിവിറ്റി 4. Using the response you received from the person you interviewed, prepare his or her profile. അതും വളരെ ഈസിയാണ്. നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തിയുടെ ആ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാം. ഇൻ കേസ് നിങ്ങൾ ഇപ്പം APJ അബ്ദുൽ കലാമിൻ്റെ ഇൻ്റർവ്യൂ ആണ് നടത്തിയതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. അതിനെ പറ്റിയിട്ടും APJയുടെ പ്രൊഫൈൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണുക, അത് എക്സാമ്പിളാക്കി എഴുതുക. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ഏതെങ്കിലും ഇതുപോലെയുള്ള മറ്റ് വ്യക്തികളുണ്ടല്ലോ, ഹെലൻ കെല്ലർ അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ടും അതുപോലെ അത് അവരുടെ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൺട്രപ്രണറിൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഓൺട്രപ്രണറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതല്ല നിങ്ങൾക്ക് ഇനി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി, ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി സച്ചാസ് ഇപ്പോൾ ഒരു ക്രിക്കറ്റർ വിരാട് കോഹ്ലി അല്ലെങ്കിൽ MS ധോണി, അങ്ങനെ ആരെങ്കിലും ആണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. എന്നിട്ട് അവരുടെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്നതേ ഉള്ളൂ. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 4ഉം കഴിഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി 5 ഇസ് എ സ്പീച്ചിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക കേട്ടോ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ നിന്നുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് എടുത്ത് തന്നിട്ടുള്ളത്. ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. I suddenly realized that there were a lot of worthwhile things I could do. So ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ ഇങ്ങനെ ഡ്രീം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റും എന്നാണ്. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നമ്മുടെ പഠിക്കാനുള്ള ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള പ്രൊഫൈൽ തന്നിട്ടുള്ള ഒരു ലൈനാണ്. Can you find out similar incidents that happened in the lives of other great people? ഇതുപോലുള്ള ഇൻസിഡൻറ്റ് മറ്റു പലരുടെയും ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? സച്ച് ആസ് ഹെലൻ കെല്ലർ, വിൽമ റൊഡോൾഫ്, വാലന്റീന ത്രഷ്കോവ എക്സെട്ര. അപ്പം ഈ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഇതുപോലത്തെ സെയിം ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടോ, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പയർ എ ഷോർട്ട് സ്പീച്ച് ഓൺ എനി വൺ ഓഫ് ദം സോ ആസ് ടു ഡെലിവർ ഇറ്റ് ബിഫോർ ദ സ്കൂൾ അസംബ്ലി. സോ പ്രിപ്പയർ എ ഷോർട്ട് സ്പീച്ച്. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ അസംബ്ലിയിൽ ഡെലിവർ ചെയ്യാനായിട്ട്. ഇതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സ്പീച്ച് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ ആവാം, നിങ്ങൾക്കറിയാവുന്ന ഇതേപോലത്തെ സഫറിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ആവാം. ഡിസബിലിറ്റീസിനെ വകവയ്ക്കാതെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയിട്ടും ആവാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റിയിട്ട് എഴുതാം. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള 2 വ്യക്തികളിൽ ഒരാളാണിത്, വിൽമ റുഡോൾഫ്. വിൽമ റുഡോൾഫ് ഈസ് ആൻ അമേരിക്കൻ ബോൺ അത്ലറ്റ്. ഓക്കെ, സോ
അമേരിക്കയിലാണ് ജനിച്ചത്. പക്ഷേ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു സിക്ലി ചൈൽഡായിരുന്നു, ഒരുപാട് രോഗങ്ങളൊക്കെയുള്ള, അത്രയും ഭയങ്കര ഹെൽത്തി ചൈൽഡൊന്നും ആയിരുന്നില്ല. പോരാത്തതിന് ലെഫ്റ്റ് ലെഗിൽ ബ്രേസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാലിന് കുറച്ച് പ്രശ്നമുള്ള ഒരു ലേഡിയായിരുന്നു. പക്ഷേ അവർ ഒരു വെൽ നോൺ അത്ലറ്റാണ് എന്ന് മാത്രമല്ല, ഒളിമ്പിക്സിൽ അവർ ചാമ്പ്യനായിരുന്നു. ഫാസ്റ്റസ്റ്റ് വുമൺ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മെഡൽസ് കിട്ടിയിട്ടുള്ള ഒരു ലേഡി കൂടിയാണ് വിൽമ റുഡോൾഫ്. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കഥ പറഞ്ഞതുപോലെ ഉള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് വിൽമ റുഡോൾഫ്. നോക്കൂ എത്ര സുന്ദരിയാണെന്ന് നോക്കൂ അവർ. അപ്പം അത്രയും സുന്ദരിയാണ്. അതിനോടൊപ്പം ഈ ഒരു പുഞ്ചിരിയുടെ പിന്നിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അവർ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് അവരുടെ ഈ ഫോട്ടോയിൽ ഇത്രയും ഒരു നല്ല ചിരിയുള്ളത്. ആ ഒരു ചിരിക്ക് പിന്നിൽ ഒരുപാട് കണ്ണുനീരിൻ്റെ കഥകളുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് വിൽമ റുഡോൾഫ്. So this is the second personality given in your textbook, that is Valentina Tereshkova. US ആണ്, I mean not US, she is from Soviet Union. Okay, so in റഷ്യയിലാണ് അവർ born and brought up. Then അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എൻജിനീയർ ആയിരുന്നു ആൻഡ് ഫസ്റ്റ് യങ്ങസ്റ്റ് വുമൺ കോസ്മോനട്ടായിരുന്നു. സ്പേസിൽ പോയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു അവർ. ആൻഡ് ഓൾസോ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുള്ള ഒരു ലേഡി കൂടിയാണ്. കാരണം അവരുടെ ലൈഫ് എന്നുള്ളത് നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കുട്ടിക്കാലത്തെ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ശരിക്കും സ്പേസിൽ എത്തണമെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞു. പിന്നീട് അവർ സ്പേസിൽ എത്താനായിട്ട്, അവർ എൻജിനീയറാണ്, സ്പേസിൽ എത്താനായിട്ട് ഉള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്ത്രീയെ സ്പേസിലേക്ക് വിടുന്നതിനെ പറ്റിയിട്ട് എതിർപ്പുമായി എത്തുന്നത്. അവർ വെറുമൊരു ശരിക്കും ഒരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് സ്പേസിൽ പോവണ്ട എന്ന് പറഞ്ഞ് ഒരു സമൂഹം മുഴുവൻ അവരെ എതിർത്തുകൊണ്ട് നിന്നു. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത്, ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അവർ സ്പേസിലെത്തി. സോ വാലന്റീന ടെറസ്കോവ അത്രയും അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് വിജയത്തിലേക്ക് എത്തിയ മറ്റൊരു വ്യക്തിത്വം. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ആളിനെ പറ്റി എഴുതാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രൊഫൈലും സ്പീച്ചും തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതല്ല, ഇതുപോലത്തെ ഒരുപാട് മറ്റ് വ്യക്തിത്വങ്ങളും ഉണ്ട് ജീവിതത്തിൽ. ഇതുപോലെ പടപൊരുതി മുന്നോട്ടെത്തിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ. അപ്പം അവരെ പറ്റിയിട്ട് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സ്പീച്ച് തയ്യാറാക്കി വെക്കുക. അപ്പോൾ സ്പീച്ച് എങ്ങനെ എഴുതാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈഫിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ പല ക്വസ്റ്റ്യൻസും വായിച്ച് എസ്സേ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിൽ ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കണം. അപ്പം നമുക്ക് പഠിക്കാനും മുന്നോട്ട് പോകാനുമുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ വ്യക്തിത്വങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് നമ്മുടെ ടെക്സ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ സക്സസ്ഫുൾ ആയത് ഈസിലി സക്സസ്സിലേക്ക് നടന്നു കയറിയതല്ല, അല്ലെങ്കിൽ ഓടിക്കയറിയതല്ല. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടാണ് അവർ സക്സസ്സിലേക്ക് എത്തിച്ചേർന്നത്. പറയുവാൻ എളുപ്പമാണെന്നറിയാം, പക്ഷേ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ് പല മഹത് വ്യക്തിത്വങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസും കൂടി കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അതല്ലെങ്കിൽ ഫീഡ്ബാക്കോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആൻഡ് സ്റ്റേ സേഫ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.